പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും നയിക്കാമേ. യേശുവേ ആരാധന 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 ആരാധന. എല്ലാം കാണുന്ന ദൈവമേ, അങ്ങയുടെ തൃക്കരങ്ങളിൽ ഞങ്ങളെ ഇതാ പരിപൂർണമായി സമർപ്പിച്ചുകൊണ്ട് അങ്ങയുടെ കരുണയ്ക്കായി യാചിക്കുന്നു. കർത്താവെ, അവിടുന്ന് ഞങ്ങളെ പരിശോധിച്ചറിഞ്ഞിരിക്കുന്നു. ഞങ്ങൾ ഇരിക്കുന്നതും കിടക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു. ഞങ്ങളുടെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു. ഞങ്ങളുടെ നടപ്പും കിടപ്പും അങ്ങ് പരിശോധിച്ചറിയുന്നു. ഞങ്ങളുടെ മാർഗങ്ങൾ അങ്ങേക്ക് നന്നായി അറിയാം. ഒരു വാക്ക് ഞങ്ങളുടെ നാവിലെത്തുന്നതിന് മുൻപ് തന്നെ കർത്താവെ, അത് അവിടുന്ന് അറിയുന്നു. മുൻപിലും പിൻപിലും അവിടുന്ന് ഞങ്ങൾക്ക് കാവൽ നിൽക്കുന്നു. അവിടുത്തെ കരം ഞങ്ങളുടെ മേലുണ്ട്. ആമേൻ, ഹല്ലേലൂയ. ഈ അറിവ് ഞങ്ങളെ വിസ്മയിപ്പിക്കുന്നു. ഞങ്ങൾക്ക് അപ്രാപ്യമാമിതം അത് ഉന്നതമാണ്. അങ്ങയിൽ നിന്ന് ഞാൻ എവിടെ പോകും? അങ്ങയുടെ സന്നിധി വിട്ട് ഞാൻ എവിടെ ഓടി ഒളിക്കും? ആകാശത്തിൽ കയറിയാൽ അങ്ങ് അവിടെയുണ്ട്. ഞാൻ പാതാളത്തിൽ കിടക്ക വിരിച്ചാൽ അങ്ങ് അവിടെയുമുണ്ട്. ഞാൻ പ്രഭാതത്തിൻ്റെ ചിറക് ധരിച്ച് സമുദ്രത്തിൻ്റെ അതിർത്തി ചെന്ന് വസിച്ചാൽ അവിടെയും അങ്ങയുടെ കരം എന്നെ നയിക്കും. അങ്ങയുടെ വലത് കൈ എന്നെ പിടിച്ചു നടത്തുന്നു. ഇരുട്ടെന്നെ മൂടട്ടെ എന്ന് ഞാൻ, ചുറ്റുമുള്ള പ്രകാശം ഇരുട്ടായി തീരട്ടെ എന്ന് ഞാൻ പറഞ്ഞാലും ഇരുട്ട് പോലും അങ്ങേക്ക് ഇരുട്ടായിരിക്കുകയില്ല. രാത്രി പകൽ പോലെ പ്രകാശപൂർണമായിരിക്കും. എന്തെന്നാൽ അങ്ങേക്ക് ഇരുട്ട് പ്രകാശം പോലെ തന്നെയാണ്. ഹല്ലേലൂയ, ആമേൻ. അവിടുന്നാണ് എൻ്റെ അന്തരംഗത്തിന് രൂപം നൽകിയത്. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ അവിടുന്ന് എന്നെ മെനഞ്ഞു. ഞാൻ അങ്ങേ സ്തുതിക്കുന്നു. എന്തെന്നാൽ അങ്ങ് എന്നെ വിസ്മയനീയമായി സൃഷ്ടിച്ചു. അവിടുത്തെ സൃഷ്ടികൾ അത്ഭുതകരമാണ്. എനിക്കത് നന്നായി അറിയാം. ഞാൻ നിഗൂഢതയിൽ ഉരുവാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങളിൽ വെച്ച് സൂക്ഷ്മതയോടെ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ രൂപം അങ്ങേക്ക് അജ്ഞാതമായിരുന്നില്ല. എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുൻപ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു. എനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നാളുകൾ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ അങ്ങയുടെ പുസ്തകത്തിൽ അവ എഴുതപ്പെട്ടു. ദൈവമേ, അവിടുത്തെ ചിന്തകൾ എത്ര അഗാധമാണ്, അമൂല്യമാണ്. അവ എത്ര വിപുലമാണ്. ഞാൻ എണ്ണാൻ നോക്കിയാൽ അവ മണൽത്തരികളെക്കാൾ അധികമാണ്. ഉണരുമ്പോൾ ഞാൻ അങ്ങയുടെ കൂടെ ആയിരിക്കും. ദൈവമേ, അവിടുന്ന് ദുഷ്ടനെ നിഗ്രഹിച്ചെങ്കിൽ, കൊലയാളികൾ ഞങ്ങളെ വിട്ടകന്നെങ്കിൽ, ഞങ്ങൾക്കെതിരെ നിൽക്കുന്ന എല്ലാ പൈശാചികമായ കോട്ടകളും ബന്ധനങ്ങളും ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ തകരട്ടെ. അവർ അങ്ങേ നീചമായി നിക്കരിക്കുന്നു, അങ്ങയുടെ നാമത്തെ ദുഷിക്കുന്നു. കർത്താവെ, അങ്ങേ വെറുക്കുന്നവരെ ഞങ്ങൾ വെറുക്കുന്നില്ലയോ? അങ്ങേ എതിർക്കുന്നവരെ ഞങ്ങൾ ദോഷിക്കുന്നില്ലയോ? ഞാൻ അവരെ പരിപൂർണമായി വെറുക്കുന്നു. അവരെ ശത്രുക്കളായി ഞാൻ പരിഗണിക്കുന്നു. ദൈവമേ, ഞങ്ങളെ പരിശോധിച്ച് ഞങ്ങളുടെ ഹൃദയത്തെ അറിയണമേ. ഞങ്ങളെ പരീക്ഷിച്ച് ഞങ്ങളുടെ വിചാരങ്ങൾ മനസ്സിലാക്കണമേ. വിനാശത്തിൻ്റെ മാർഗത്തിലാണോ ഞങ്ങൾ ചരിക്കുന്നതെന്ന് നോക്കണമേ. അങ്ങനെയാണ് ഞങ്ങൾ ചരിക്കുന്നതെങ്കിൽ കർത്താവെ, ശാശ്വതമായ മാർഗത്തിലൂടെ ഞങ്ങളെ നയിക്കണമേ. ആമേൻ. യേശുവേ ആരാധന, യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ പുകഴ്ച, യേശുവേ മഹത്വം, യേശുവേ ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി 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 സ്തുതി. എൻ്റെ കർത്താവേ, ജീവനുള്ള വചനങ്ങളുടെ ശക്തിയാൽ കർത്താവിൽ നിന്ന് വലിയൊരു ശക്തി, ഒരു സംരക്ഷണം, ഒരു കൃപകളാൽ ഞങ്ങൾ നിറയപ്പെടുമാറാകട്ടെ. കർത്താവായ യേശുവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് വഴി ജീവനുള്ള തിരുവചനങ്ങളിലൂടെ അങ്ങയുടെ ശക്തി, അങ്ങയുടെ കൃപ, അനുഗ്രഹം ഞങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുമാറാകട്ടെ. ഞങ്ങളുടെ ശത്രുക്കൾ ഞങ്ങൾക്കെതിരെ ബലപ്പെടാതിരിക്കാനായി അങ്ങയുടെ തിരുരക്തത്തിൻ്റെ ശക്തമായ കോട്ട കൊണ്ട് ഞങ്ങളെ പൊതിഞ്ഞു പിടിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിത്യം ജീവിക്കുന്ന പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ.